എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇന്നേ വരെ കാർഡൊന്നും ഞാൻ കൊണ്ടു കൊടുത്തിട്ടില്ലെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാർഡാണ് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. ഈ കാർഡിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി മൊത്തത്തിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ഐഡിയ. കളർ പേപ്പറോ വൈറ്റ് പേപ്പറോ ചാർട്ട് പേപ്പറോ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരെണ്ണം എടുക്കണം. ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് റൗണ്ട് ഷേപ്പ് തന്നെ വേണം നിർബന്ധമില്ല. ഹാർട്ടോ ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി സ്വല്പം കുറവായതുകൊണ്ട് റൗണ്ടിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 3-4 അങ്ങോട്ട് കട്ട് ചെയ്യാൻ, എന്നിട്ട് ഒന്നിൻ്റെ സെൻറ്ററിൽ അടുത്തത് പാറ്റേണിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ വേണ്ടി മാത്രമേ ഞാൻ സ്കൂൾ ടൈമിൽ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണെങ്കിലോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് കാർഡ് കൊണ്ടു കൊടുത്തൊരു ഓർമ്മ എനിക്ക്. ഇപ്പം എന്തായാലും ടൈം ട്രാവൽ ചെയ്ത് അവിടെ പോയി കാർഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഈ ഉണ്ടാക്കുന്ന കാർഡ് എൻ്റെ സ്കൂൾ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മറിന് വേണ്ടി മാത്രം ഡോട്ടഡ് ലൈനും മുന്നിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഫിഗറും വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ തുറന്നു വരുന്ന എല്ലാ പേജസിലും ഫ്രണ്ടിനോടായിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതി കൊടുക്കും. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ഉള്ളിലുള്ള എഴുത്തുകാരനെ നമ്മൾ പുറത്തോട്ട് മാടി വിളിക്കേണ്ടത്. എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. വയലാർ എഴുതോ ഇതുപോലെ എന്നാണ് എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞുകൊടുക്കുന്നത്. എന്നോട് തന്നെ തോന്നിയിട്ടുള്ള അമിതമായ ബഹുമാനം കാരണം 2 മിനിറ്റ് എണീച്ചെന്നൊരു സല്യൂട്ട് അടിച്ചിട്ട് ഞാൻ പരിപാടികൾ അവസാനിപ്പിച്ചു. ഓക്കെ ബൈ.